ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരവുമായി ബന്ധപ്പെട്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. അതുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനെടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതെന്ന്? 1974 മെയ് 18. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ വർഷം എന്നറിയപ്പെടുന്നത് 1974 മെയ് 18ആണ്. അടുത്തത്, ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1972 സെപ്റ്റംബർ ആണ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1972 സെപ്റ്റംബർ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വിപുലമായ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന്? 1973 ഏപ്രിൽ 1. ലോകത്തിലെ ഏറ്റവും വിപുലമായ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചത് 1973 ഏപ്രിൽ 1. അടുത്തത്, കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1972 നവംബറിൽ. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972 നവംബറിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം ഏത്? 1972. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ചത് 1972ആണ്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം എന്ത്? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം എന്നറിയപ്പെടുന്നത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. അടുത്തത്, ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിന് വേദിയായ സ്ഥലം ഏത്? പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം നടന്നത്. അതിന് നൽകിയ നാമം എന്നറിയപ്പെടുന്നത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. അടുത്തത്, ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജാരാമണ്ണ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജാരാമണ്ണയാണ്. അടുത്തത്, ഇന്ത്യയുടെ പ്രഥമ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതെന്ന്? 1975 ഏപ്രിൽ 19. ഇന്ത്യയുടെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. അടുത്തത്, ആര്യഭട്ടയുടെ വിക്ഷേപണം നടന്നത് എവിടെ നിന്നായിരുന്നു? റഷ്യയിലെ വോൾഗോഗ്രാഡ്. ആര്യഭട്ടയുടെ വിക്ഷേപണം നടന്ന 1975 ആദ്യത്തെ ഇന്ത്യയുടെ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണം നടന്നത് റഷ്യയിലെ വോൾഗോഗ്രാഡിൽ വെച്ചാണ്. അടുത്തത്, ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം, ആദ്യ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ അല്ലെങ്കിൽ പ്രഥമ ആണവ പരീക്ഷണം, അതുപോലെ ആദ്യ കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. അടുത്തത്, ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏത്? 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്ന വർഷമാണ് 1972 ഓഗസ്റ്റ് 15. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റത് എന്ന്? 1977 മാർച്ച് 24. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റത് 1977 മാർച്ച് 24. അടുത്തത്, ഇന്ത്യയിലെ പ്രഥമ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ഇന്ത്യയിലെ പ്രഥമ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. 4ാമത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അടുത്തത്, 2 ഉപപ്രധാനമന്ത്രിമാർ ഒരേ സമയം ഉണ്ടായിരുന്ന ഏക കേന്ദ്ര മന്ത്രിസഭ ഏത്? 1977 മൊറാർജി ദേശായി മന്ത്രിസഭയാണ്. 2 ഉപപ്രധാനമന്ത്രിമാർ ഒരേ സമയം ഉണ്ടായിരുന്ന ഏക കേന്ദ്ര മന്ത്രിസഭയാണ് 1977 മൊറാർജി ദേശായി മന്ത്രിസഭ. അടുത്തത്, 1977 മൊറാർജി ദേശായി മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിമാർ ആരൊക്കെയായിരുന്നു? ചരൺ സിംഗ്, ജഗ്ജീവൻ റാം. 1977 മൊറാർജി ദേശായി മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിമാരാണ് ചരൺ സിംഗും ജഗ്ജീവൻ റാമും. അടുത്തത്, കുപ്രസിദ്ധമായ ബറോഡ ഡൈനാമൈറ്റ് കേസ് ഏത് കാലത്തായിരുന്നു? 1975 അടിയന്തരാവസ്ഥ കാലത്ത്. കുപ്രസിദ്ധമായ ബറോഡ ഡൈനാമൈറ്റ് കേസ് 1975 അടിയന്തരാവസ്ഥ കാലത്താണ് ഉണ്ടായിരുന്നത്. അടുത്തത്, രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. 1977 മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. 4ാമത്തെ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അടുത്തത്, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്.
ആ രാജ്ഘട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അടുത്തത് 1979 ജൂലൈ 28 അധികാരമേറ്റ കേന്ദ്ര മന്ത്രിസഭയെ നയിച്ച പ്രധാനമന്ത്രി ആര്? ചരൺ സിംഗ്. 1979 ജൂലൈ 28 അധികാരമേറ്റ കേന്ദ്ര മന്ത്രിസഭയെ നയിച്ച പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. അടുത്തത് ഇന്ത്യയിൽ പുരുഷന്മാരുടെ വിവാഹപ്രായം 21 വയസ്സും സ്ത്രീകളുടെ 18 വയസ്സുമായി ഉയർത്തിയ വർഷമേത്? 1978. ഇന്ത്യയിൽ പുരുഷന്മാരുടെ വിവാഹപ്രായം 21 വയസ്സും സ്ത്രീകളുടെ 18 വയസ്സുമായി ഉയർത്തിയ വർഷമാണ് 1978. അടുത്തത് വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വർഷമേത്? 1976. വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വർഷമാണ് 1976. അടുത്തത് 1980 ജൂൺ 23 വിമാനാപകടത്തിൽ മരണപ്പെട്ട പ്രമുഖ വ്യക്തിയാര്? സഞ്ജയ് ഗാന്ധി. 1980 ജൂൺ 23 വിമാനാപകടത്തിലാണ് സഞ്ജയ് ഗാന്ധി മരണപ്പെട്ടത്. അടുത്തത് 1982 ജനുവരിയിൽ മുംബൈയിൽ ആരംഭിച്ച ടെക്സ്റ്റൈൽസ് മിൽ സമരം നയിച്ചതാര്? ദത്ത സാമന്ത്. 1982 ജനുവരിയിൽ മുംബൈയിൽ ആരംഭിച്ച ടെക്സ്റ്റൈൽസ് മിൽ സമരം നയിച്ചത് ദത്ത സാമന്താണ്. അടുത്തത് ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷമേത്? 1953. ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ട വർഷമാണ് 1953. ഒന്നാം പിന്നാക്ക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമേത്? 1955. ഒന്നാം പിന്നാക്ക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1955. അടുത്തത് 1953 പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ തലവൻ ആരാണ്? കാക്ക കലേക്കർ. 1953 ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് കാക്ക കലേക്കറാണ്. ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1953. അതിൻ്റെ നേതാവ് കമ്മീഷൻ തലവൻ എന്നറിയപ്പെടുന്നത് കാക്ക കലേക്കറാണ്. ഒന്നാം പിന്നാക്ക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1955. അടുത്തത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കമുള്ള വിഭാഗങ്ങളെ തിരിച്ചറിയാനും ആവശ്യമായ സംവരണം ഏർപ്പെടുത്താനുമായി ജനതാ സർക്കാർ രൂപം നൽകിയ കമ്മീഷൻ ഏത്? മണ്ഡൽ കമ്മീഷൻ. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കമുള്ള വിഭാഗങ്ങളെ തിരിച്ചറിയാനും ആവശ്യമായ സംവരണം ഏർപ്പെടുത്തുന്നതിനുമായി ജനതാ സർക്കാർ രൂപം നൽകിയ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. അടുത്തത് മണ്ഡൽ കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? ഭണ്ഡേശ്വരി പ്രസാദ് മണ്ഡൽ. മണ്ഡൽ കമ്മീഷൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഭണ്ഡേശ്വരി പ്രസാദ് മണ്ഡലാണ്. അടുത്തത് മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? 1979 ജനുവരി 1. മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1979 ജനുവരി 1. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കമുള്ള വിഭാഗങ്ങളെ തിരിച്ചറിയാനും ആവശ്യമായ സംവരണം ഏർപ്പെടുത്താനുമായി ജനതാ സർക്കാർ രൂപം നൽകിയ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1979 ജനുവരി 1. മണ്ഡൽ കമ്മീഷൻ്റെ തലവൻ ഭണ്ഡേശ്വരി പ്രസാദ് മണ്ഡൽ. അടുത്തത് മണ്ഡൽ കമ്മീഷന് രൂപം നൽകിയ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. മണ്ഡൽ കമ്മീഷന് രൂപം നൽകിയ പ്രധാനമന്ത്രിയാണ് 4ാമത്തെ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായി. അടുത്ത് മണ്ഡൽ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1980. മണ്ഡൽ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1980 ഡിസംബറിലാണ്. അടുത്തത് മണ്ഡൽ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര മന്ത്രിസഭ ഏത്? VP സിംഗ് മന്ത്രിസഭ. മണ്ഡൽ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര മന്ത്രിസഭയാണ് VP സിംഗ് മന്ത്രിസഭ. മണ്ഡൽ കമ്മീഷന് രൂപം നൽകിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മണ്ഡൽ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയ വർഷം 1980 ഡിസംബർ. മണ്ഡൽ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര മന്ത്രിസഭ VP സിംഗ് മന്ത്രിസഭ. അടുത്തത് 1980 ബഹുജൻ സമാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? കാൻഷീറാം. 1980 ബഹുജൻ സമാജ് പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തിയാണ് കാൻഷീറാം. അടുത്തത് 1970കളിൽ ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിൽ രൂപമെടുത്ത വൃക്ഷ സംരക്ഷണ പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. 1970കളിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപമെടുത്തത്. ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിൽ രൂപമെടുത്ത വൃക്ഷ സംരക്ഷണ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. അടുത്തത് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. 1970കളിലാണ് ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിലാണ് ഈ ചിപ്കോ പ്രസ്ഥാനം രൂപമെടുത്തത്. അടുത്തത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കിയ 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏത്? 1978. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കിയ 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978. അടുത്തത് ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ.
ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. അടുത്തത് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയത് എന്നാണ്? 1984 ഏപ്രിൽ 2. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1984 ഏപ്രിൽ 2-നാണ്. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് രാകേഷ് ശർമ്മയാണ്. അടുത്തത് സോവിയറ്റ് യൂണിയൻ്റെ ഏത് വാഹനത്തിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്? സോയൂസ് T-11. സോയൂസ് T-11-ലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത്. സോവിയറ്റ് യൂണിയൻ്റെ വാഹനമാണ്. അടുത്തത് ഇന്ത്യ ഹോക്കി ലോകകപ്പിൽ ജേതാക്കളായ വർഷം ഏത്? 1975. ഇന്ത്യ ഹോക്കി ലോകകപ്പിൽ ജേതാക്കളായ വർഷം 1975-ആണ്. അടുത്തത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? 1981 ജൂൺ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമാണ് 1981 ജൂണിൽ. അടുത്തത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. 1981 ജൂണിനാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഡെറാഡൂൺ ആണ് ആസ്ഥാനം. അടുത്തത് 1986 പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത്? ദേശീയ ജലപാത 1. 1986 പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1. അടുത്തത് അന്റാർട്ടിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ യാത്ര പുറപ്പെട്ട വർഷം ഏത്? 1981 ഡിസംബറിൽ. അന്റാർട്ടിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ യാത്ര പുറപ്പെട്ട വർഷമാണ് 1981 ഡിസംബറിൽ. അടുത്തത് അന്റാർട്ടിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ യാത്ര നയിച്ചത് ആര്? ഡോക്ടർ SZ കാസിമാണ്. അന്റാർട്ടിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേഷണ യാത്ര നയിച്ചത് ഡോക്ടർ SZ കാസിം. അടുത്തത് 1984 നിർമ്മാണം പൂർത്തിയായ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യ പര്യവേഷണ കേന്ദ്രം ഏത്? ദക്ഷിണ ഗംഗോത്രി. 1984 നിർമ്മാണം പൂർത്തിയായ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പര്യവേഷണം ആരംഭിച്ചത് 1981 ഡിസംബറിലാണ്. അതിൻ്റെ നേതാവ് അല്ലെങ്കിൽ പര്യവേഷണ യാത്ര നയിച്ചത് ഡോക്ടർ SZ കാസിമാണ്. 1984 നിർമ്മാണം പൂർത്തിയായ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഗംഗോത്രിയാണ്. അടുത്തത് 1989 കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ രണ്ടാമത്തെ പര്യവേഷണ കേന്ദ്രം ഏത്? മൈത്രി. 1989 കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ രണ്ടാമത്തെ പര്യവേഷണ കേന്ദ്രമാണ് മൈത്രി. അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഗംഗോത്രിയാണ്. 1984 അത് നിർമ്മാണം പൂർത്തിയായത് ദക്ഷിണ ഗംഗോത്രി. 1989 കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രമാണ് മൈത്രി. അടുത്തത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഏത്? ഭാരതി. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഭാരതിയാണ്. ഒന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തെ മൈത്രിയാണ്. മൂന്നാമത്തെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനിയായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1975. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോൽപാദന കമ്പനിയായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷമാണ് 1975. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്നുള്ള ഭാഗത്തിലെ 50 ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണ് നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനെടുത്ത വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.